ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനെ മാറ്റി SSD അപ്ഗ്രേഡ് ചെയ്യുക എങ്ങനെയെന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. ഇതോടുകൂടി തന്നെ ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ റാം കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനായിട്ട് ഞാൻ എൻ്റെ പഴയൊരു PC ആണ് എടുത്തിരിക്കുന്നത്. ഏസറിൻ്റെ V7 Pro എന്നുള്ളൊരു പഴയ PC ആണ്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. 10-15 വർഷമായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ഈ കാണുന്ന റാം 2 GB ഉള്ള റാമും കൂടി ഞാനതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ലെക്സറിൻ്റെ 2.5 ഇഞ്ച് സാറ്റ ഹാർഡ് ഡിസ്ക് അല്ല, SSD ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 128 GB യുടെ. അപ്പോൾ ഇതാണ് ഞാൻ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്തിട്ട് വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണെന്നൊന്ന് കാണാം. ആദ്യം നമുക്ക് ഈ ഏസറിൻ്റെ ടോപ്പ് കവർ റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്തു. ഇനി ഈ SSD നമുക്ക് ഈ ഹാർഡ് ഡിസ്ക്, ഇതാണ് ഹാർഡ് ഡിസ്ക്, അതായിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതേ ഈ സൈഡിലുള്ളതെല്ലാം അഴിക്കണം. ഈ ഫ്രണ്ട് കവർ അഴിക്കണം. അതിൻ്റെ സ്ക്രൂസ് റിമൂവ് ചെയ്യുക. അപ്പം നിങ്ങളുടെ PC എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളത് ചെയ്യുക. ഇതിപ്പോൾ ഇത് ചെറിയൊരു ഫോം ഫാക്ടർ മോഡലാണ്. ഏസറിൻ്റെ സ്മോൾ ഫോം ഫാക്ടർ എന്നുള്ള മോഡൽ. ഇനി ഇത് പുറകോട്ട് വലിച്ചിട്ട് അതെടുക്കണം. ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് DVD ഡ്രൈവാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഹാർഡ് ഡിസ്ക്കാണ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റി. അതിൻ്റെ പവർ കേബിളും സാറ്റയും റിമൂവ് ചെയ്യുക. സാറ്റ കേബിളും പവർ കേബിളും റിമൂവ് ചെയ്തിട്ട് നമുക്കത് ഇതിൽ നിന്നും ഊരിയെടുക്കാം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പവർ ഒന്നും ഓൺ ചെയ്യാതിരിക്കുക. ഓക്കെ, എല്ലാം പവർ കേബിളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. എല്ലാ സ്ക്രൂസ് അഴിച്ചെടുത്ത് അതിൽ നിന്നും നമുക്ക് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാം. ഇനി ഈ കാണുന്ന SSD, ഓക്കെ, ഇതാണ് അതിലേക്ക് വെക്കേണ്ടത്. ഇത് ചെറുതാണ്, അത് കമ്പാരിറ്റീവ്ലി ഒരുപാട് ചെറുതും വെരി ലൈറ്റ് വെയ്റ്റുമാണ്. തൽക്കാലം ഞാനിതിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. കാരണം കറക്റ്റ് പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്ത് നിർത്താനുള്ള പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട്, നിങ്ങളുടെ PCക്ക് അനുസരിച്ചിട്ട് അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക. കണ്ടോ, ഇത് വളരെ ചെറുതാണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റാണ്. ഹാർഡ് ഡിസ്കും ഇതും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഹാർഡ് ഡിസ്കിന് എന്തുമാത്രം വെയിറ്റ് ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ ഇതിന് വളരെ വെയിറ്റ് കുറവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSD താരതമ്യേന വളരെ ഫാസ്റ്റാണ്. ഞാൻ തൽക്കാലം ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് കൊണ്ട് ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിനുള്ളിലേക്ക് ഞാൻ ഈ SSD ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് അതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് പവർ കേബിളും സാറ്റ കേബിളും അതുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ കേബിൾസ് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. പവർ കേബിൾ കണക്ട് ചെയ്തു. പിന്നീട് നമുക്ക് അതിന് സാറ്റ കേബിളും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം.
ഇപ്പോൾ 2 കേബിളും കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനുള്ളിലേക്ക് പ്രോപ്പറായിട്ട് ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് റാമും ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് റാം വെച്ചിരിക്കുന്ന പൊസിഷൻ. അതിൽ 2 1 GB റാമിൻ്റെ കാർഡാണുള്ളത്. അപ്പോൾ അതിൽ ഒരു 1 GB ഞാൻ റിമൂവ് ചെയ്തിട്ട് 2 GB കാർഡ് വെച്ചു. അപ്പോൾ ടോട്ടൽ 3 GB റാമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2 GB കാർഡാണ്, 2 GB റാം. ഓക്കെ, ഈ റാം നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ 2 GB റാമും പിന്നെ ഓൾറെഡി അതിലിപ്പോൾ ഒരു 1 GB ഓൾറെഡി കിടക്കുന്നുണ്ട്. രണ്ടും കൂടി ചേർന്ന് 3 GB റാമായിട്ട് ഞാനിതിനെ അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ, അത് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം തിരിച്ച് പഴയതുപോലെ നമുക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് കവർ വയ്ക്കാം. ഈ പി സിയുടെ പവർ ബട്ടൺ അത് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ റിമൂവ് ചെയ്തു. തൽക്കാലത്തെ ഒരു സെറ്റപ്പ് രീതിയിൽ അതിൻ്റെ പവർ കേബിൾ, ആ പവർ ബട്ടണിലുണ്ടായിരുന്ന കേബിൾ ഞാൻ ഔട്ട് സൈഡ് ഇട്ടു. അത് ജസ്റ്റ് ടച്ച് ചെയ്താൽ സ്റ്റാർട്ടാവും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കവേഴ്സും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പി സി മോണിറ്ററുമായി കണക്റ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ OS ഒന്നും ഇല്ലാത്തതുകൊണ്ട് OS ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിവിടെ Windows 7 ആണ് എൻ്റെ കയ്യിലുള്ളൊരു CD. അപ്പോൾ അത് വെച്ചിട്ട് OS ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ ഓണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ലെക്ചറിൻ്റെ SSD ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് Windows 7 ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, Windows 7 CD നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ബയോസിൽ കയറി അതിൻ്റെ ബൂട്ട് സീക്വൻസ്, ഫസ്റ്റ് ബൂട്ട് സീക്വൻസ് CD ഡ്രൈവ് സെലക്ട് ചെയ്യണം. പിന്നീട് റീസ്റ്റാർട്ട് ആവുമ്പോൾ ബൂട്ട് ഫ്രം CD എന്ന് പറഞ്ഞു വരും. അതിനുശേഷം ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാൻ പറയും. അപ്പോൾ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വിൻഡോസ് ഇൻസ്റ്റലേഷൻ ആരംഭിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ചെക്ക് ചെയ്യാം.
ഓക്കെ, നമ്മുടെ വിൻഡോസ് 7 ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റീസ്റ്റാർട്ട് ആയതിനു ശേഷം ചെക്ക് ചെയ്യാം. സക്സസ്ഫുള്ളായി ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിൽ ഉണ്ട് റാം 3 GB ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡിവൈസ് മാനേജറിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെക്സറിൻ്റെ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്നുണ്ട്. ഹാർഡ് ഡിസ്കുമായി കമ്പയർ ചെയ്യുമ്പോൾ SSD വളരെ ഫാസ്റ്റാണ്. നമ്മുടെ ആപ്ലിക്കേഷൻസും OSും എല്ലാം വളരെ സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ടും ഓപ്പൺ ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.